guys, welcome back to our channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം. ഇന്ന് ചിക്കുന് നല്ല ടെൻഷനുള്ളൊരു ഡേ ആണ്. നമ്മൾ ചിക്കുന് സ്കൂളിലേക്ക് പോകണമെന്ന് വെച്ചാൽ ചിക്കുൻ്റെ സ്കൂളിൽ നിന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാണ്ട്, ഫംഗ്ഷനിൽ പോകണത് സക്സസ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുള്ളൂ. അല്ലെങ്കിൽ ഇടരുത് എന്നോട് മുൻകൂർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോ വരീസ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ന് അവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. അവാർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സലൻസ് അവാർഡ് ഫംഗ്ഷനാണ്. എക്സലൻസ് എന്ന് പറയുമ്പോൾ ഓവറോൾ ഇയറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ സ്കൂള് അടയ്ക്കാറായിട്ടുണ്ടല്ലോ, ഈ വർഷം കഴിയാറായി. അപ്പോൾ ഈ കൊല്ലത്തെ ബെസ്റ്റ് പെർഫോമർ പഠിക്കണേലും ആക്ട്രസ് അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളതാന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതിനെ പറ്റിയിട്ട്. പക്ഷെ ഇവിടെ എന്താന്നല്ല, ഇവൾക്ക് നല്ല ടെൻഷനുണ്ട്. ഇവൾക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവളെന്ന് ഞങ്ങൾ കാണുന്നത്. അപ്പൊ സുജി ഇതിന് വേണ്ടിയിട്ട് കോൾ ഓഫ് ചെയ്തിരിക്കുക. എന്താ ഈ അവാർഡ് എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവൾക്ക് അതിൽ ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഇനിയുണ്ടല്ലോ ആയിരിക്കും പറഞ്ഞു. അവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ സുജു, ഇവിടെയുള്ളോ പാർക്കിംഗ്? പക്ഷെ പാർക്കിംഗ് അല്ലേ. അപ്പോൾ സ്കൂളെത്തി. അപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ ട്രൈ ചെയ്യാം. കിട്ടിയാൽ സന്തോഷം അല്ലേ കണ്ണാ? സ്കൂളെത്തി ഗൈസ്. അപ്പം ഗൈസ് ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കാട്ടോ. ചിക്കു പണി ഒന്നും ഉഷാറായിട്ട് നടക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ. എനിക്ക് പ്രശ്നമില്ല, അച്ഛന് പ്രശ്നമില്ല. പിന്നെന്താ നിനക്ക് ഇത്ര പ്രശ്നം? അച്ഛൻ്റെ അടുത്ത് തലയിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോ വരീസ്. ഇതൊക്കെ എന്ത്, എനിക്ക് ഈ അവാർഡ് ഫംഗ്ഷനിൽ എൻ്റെ പേര് ടോപ്പ് 10 പോയിട്ട് ടോപ്പ് 100 പോലും വന്നിട്ടില്ല. ഉണ്ടായിരുന്നു അയ്യീത. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ എൻ്റെ പേര് എൻ്റെ ക്ലാസ്സിൽ എത്ര 60 53 എത്ര കുട്ടികളുണ്ടായിരുന്നിട്ട് എൻ്റെ കയ്യിൽ ടോപ്പ് 50 പോലും വരാറില്ല. അതാണ് ഞാൻ വന്നതൊന്നും കുഴപ്പമില്ല, പഠിച്ചാൽ മതി, ഭാവി ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. സംതിങ് നോ സൂചന എന്താ വെച്ചാൽ എന്തിനിപ്പോൾ വീഡിയോ എടുക്കണം? ഞാൻ പക്ഷെ എടുക്കും. ഒരു പക്ഷേ അവാർഡ് കിട്ടി കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് ഇടണ്ടേ, വീഡിയോ എടുക്കണ്ടേ അല്ലേ കണ്ണാ? സ്പീഡ് കൂടിയിട്ടാ ചിക്കുന്നു. സുജുന് എന്താ അഭിപ്രായം? അതാണ് അഭിപ്രായം. ഇങ്ങോട്ട് നോക്കിയിട്ട് പറയൂ സുജു, നോക്കിയിട്ട് പറയൂ സുജു. സുജുന് അറിയണത് ഫുഡ് ഉണ്ടോ എന്ന് മാത്രമാണ്. ഫുഡില്ല. ചിക്കുമണിയാ ഉള്ളിലത്തെ വീഡിയോ എടുക്കില്ല കേട്ടോ, കുറേ കുട്ടികളും പാരൻസ് ഉള്ള കാരണം. നോക്കട്ടെ, കുറേ വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ സ്കൂൾ മൊത്തം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ചിക്കന് വേറെ സ്ഥലത്തേക്ക് വിട്ടു, ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് വിട്ടു. അപ്പോൾ നമ്മൾ സ്കൂളിൽ താഴേക്ക് പോവാണ്. പിന്നെ എന്തോ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. പാരൻസ് വേറെ സ്ഥലം, കുട്ടികൾ വേറെ സ്ഥലം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇവിടെ പിന്നെ സ്കൂളിലേക്ക് നമ്മൾ നോക്കട്ടെ. ഞങ്ങൾ ആദ്യം വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ, ബാക്ക് സൈഡിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും കാണാനില്ല. അപ്പോൾ ഞാനും സുജു വേഗം വന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ പോയിട്ടിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിനെയും കാണാം, അതുപോലെ തന്നെ സ്റ്റേജും കാണാം. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതെന്ന് വെച്ചിട്ട് മൂവ് ചെയ്തു. പിന്നെ ഞാനൊരു ചിക്കുനെ തപ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കുനെ കണ്ടു. ഞാൻ എന്നിട്ട് അവളെ സൂം ചെയ്ത് നോക്കി. സൂം ചെയ്യുമ്പോൾ അവിടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്, അതാണ് ഫുൾ ക്ലിയർ അല്ല, എന്നാലും ചിക്കു അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആൾ ഭയങ്കര നെർവസ് കേട്ടോ. ആൾ ഞങ്ങളെ തപ്പുന്നുണ്ട്, ഞങ്ങൾ എവിടെയാണ്. ആൾ ആദ്യം ഞങ്ങളെ ബാക്കിൽ കണ്ടത്.
പിന്നെ അവർ ഓരോരുത്തരുടെ പേര് പറഞ്ഞു. അല്ലെങ്കിൽ ടീച്ചേഴ്സും പ്രിൻസിപ്പളാണ്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിന് ആരാണ് ബെസ്റ്റ് പെർഫോമൻസ് അവരിങ്ങനെ വിളിച്ചിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോൾ അതുപോലെ ചിക്കുവിൻ്റെ പേരും വിളിച്ചപ്പോൾ സന്തോഷം എന്ന് പറയണ്ട. ചിക്കുവിന് അതുവരെ ഭയങ്കര പേടിയായിരുന്നു. അവളുടെ പേര് ഇല്ലേ ഉണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ ഓരോരോ കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ ഒരുത്തിന് ഇങ്ങനെ നോക്കും, എൻ്റെ പേരില്ലേ എൻ്റെ പേരില്ലേ എന്ന്. കാണുമ്പോൾ അത്ഭുതമായിരിക്കും. ഇതാണ് ചിക്കുവിൻ്റെ ക്ലാസ് സർ എന്ന് പറയുന്ന നടന്നു വരുന്ന ആൾ. ട്രൗസറൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട്. നമ്മുടെ ഇവിടെ സാറുമാരൊക്കെ ഡ്രസ്സിങ് സ്റ്റൈൽ, ഇവരെ ഡ്രസ്സിങ് സ്റ്റൈൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ്, അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ സാറാണ് അവർക്ക് ഓരോരുത്തർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ ക്ലാസ്സിലത്തെ ടോപ്പേഴ്സിനെ വിളിക്കും, 90 above ഉള്ള പെർസെൻറ്റേജുള്ള കുട്ടികളെ വിളിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. Arpita Suju is receiving gold honors. Timothy Timmons is receiving silver honors. Congratulations to the 60. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചു. എന്താണെന്ന് വെച്ചെങ്കിൽ ചിക്കുവിന് ഗോൾഡൻ അവാർഡ് കിട്ടി. ടോപ്പ് സ്റ്റുഡൻറ്റ് ചിക്കുവിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. ഇതേപോലെ ഐസ്ക്രീമും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ചിക്കു കഴിച്ചു കഴിഞ്ഞു. അത് രണ്ടാമത്തെ ഐസ്ക്രീമാണ്. അപ്പോൾ അങ്ങനെ ചിക്കു സന്തോഷമായില്ലേ. ചിക്കുന് അവിടെ ഇരിക്കുമ്പോൾ പോലെ എന്തൊരു ടെൻഷനായിരുന്നു. കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചീത്ത പറയും, അങ്ങനത്തെ ഒരു അതായിരുന്നു. എന്നാലും എന്തായാലും അവരുടെ സമാധാനം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ നിർത്താണ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. ബൈ. ചിക്കു നീളം വെച്ചതല്ല, അവിടെ മുകളിൽ നിന്ന് ഞങ്ങൾ താഴെ നടക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ്.